ഇന്ന് കേരളത്തിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വാർത്തകൾ ദൈനംദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേഴ്സണലായിട്ട് അതിലുള്ള ഒരു കമൻ്റ് എന്തെന്ന് വെച്ചാൽ, ഒരു കുട്ടി, പ്രത്യേകിച്ച് ടീനേജിലുള്ള വ്യക്തികൾ ലഹരി ഉപയോഗിക്കുമ്പോൾ അത് ആദ്യം അറിയുന്നത് അവരുടെ വീട്ടിലെ അമ്മ അല്ലെങ്കിൽ ഉമ്മമാരാണ്. അവർ ആ സമയത്ത് ബന്ധപ്പെട്ട വീട്ടിലെ ആളുകളെ അറിയിച്ച് അതിന് ആ സമയത്ത് തന്നെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താത്തതാണ് ഇത് പിന്നീട് വഷളാകുന്നതെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. കാരണം അപ്പോൾ നമ്മൾ കൂട്ടുകുടുംബ വ്യവസ്ഥയിലോ അല്ലെങ്കിൽ അപ്പുറത്തുള്ളതോ ഇപ്പുറത്തുള്ളതോ ആയ ആളുകൾ ഇത് കേട്ടാൽ, അറിഞ്ഞാൽ ഞങ്ങളെ കുടുംബത്തിന് മാനഹാനി വരുമെന്ന രീതിയിൽ ഇതിനെ മൂടിവെക്കുകയും പിന്നീട് ഇതൊരു വലിയ ക്രൈം സംഭവിച്ചതിന് ശേഷം അത് ലോകം മൊത്തം അറിയുന്ന അവസ്ഥയിലോട്ട് എത്തുന്നതുമായ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെടുന്ന ആളുകൾ പലപ്പോഴും നമ്മളെ കുട്ടികൾ അവർ അറിയാതെ കെണിയിൽപ്പെട്ടു പോയതായിരിക്കാം. പാപിയെ വെറുക്കരുത്, പാപത്തെ വെറുക്കുക എന്ന സിദ്ധാന്തം വെച്ച് നമ്മുടെ കുട്ടികളെ കയ്യിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ കൂട്ടി നിർത്തി നമ്മുടെ കൂടെ ചേർത്ത് പിടിച്ച് അവരെ അതിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്നത്തെ ആധുനിക ചികിത്സാ സംവിധാനങ്ങളെ ഓപ്പൺ മൈൻഡോട് കൂടി വീട്ടുകാരുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ അതിനെ മുളയിലേ നുള്ളിയാൽ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കടപ്പാട് കൂടിയായിരിക്കും മാതാപിതാക്കൾ ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതോടുകൂടെ തന്നെ കലാലയങ്ങളിൽ ഇപ്പോൾ പോസ്കോ പോലെയുള്ള കേസിന് പ്രിൻസിപ്പളിന് ഉത്തരവാദിത്തമുള്ളതുപോലെ പോഷ് എന്ന് പറയും പോലെ ഇപ്പോൾ പോഷ് കമ്മിറ്റികൾ നമ്മുടെ കോർപ്പറേറ്റ് ബിസിനസ് രംഗങ്ങളിൽ നിർബന്ധമാക്കിയതുപോലെ ഇതിനൊരു കമ്മിറ്റിയെ, ഒരു പബ്ലിക് കമ്മിറ്റി ഇൻക്ലൂഡിങ് പ്രിൻസിപ്പൾ അടക്കമുള്ള ഒരു അക്കൗണ്ടബിലിറ്റി, അതായത് ഈ ഒരു കോളേജിലെ കുട്ടി ഡ്രഗ് അടിച്ചാൽ അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി ആ പ്രിൻസിപ്പളിന് പോലും പോകുന്ന രീതിയിലുള്ള ഒരു നിയമനിർമ്മാണങ്ങൾ കൂടി നടത്തിയാൽ മാത്രമാണ് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ഇതിനെ തുരത്താൻ കഴിയുള്ളൂ. നമ്മുടെ കുട്ടികൾ ഈ ഭൂമിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്താണ്. അവർ ഈ രാജ്യവും ഈ ലോകവും കെട്ടിപ്പടുക്കേണ്ടവരാണ്. അവർക്ക് നല്ല ദിശാബോധം കിട്ടണമെങ്കിൽ ഇത്തരമുള്ള ലഹരികളിൽ നിന്ന് മാറി അവരുടെ ഫ്യൂച്ചർ നല്ലൊരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ അവരുടെ പാഷൻ എന്നുള്ള ലഹരിയിൽ അവരെ യാത്ര ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങളായിട്ട് നമ്മുടെ കലാലയങ്ങൾ മാറണം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം.